കാസർഗോഡ് കുമ്പള അരീക്കാടിക്കോട്ടയിൽ നിധി കണ്ടെത്താൻ കുഴിയെടുത്ത സംഭവത്തിൽ ദുരൂഹതയെന്ന് ആരോപണം. മുസ്ലിം ലീഗ് നേതാവും മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ മുജീബ് കമ്പാറിന്റെ നേതൃത്വത്തിലാണ് കോട്ടയ്ക്കുള്ളിൽ കുഴിയെടുത്തത്. സംഭവത്തിൽ പിടിയിലായ 5 പേരെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരുന്നു. ഇതാണ് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ മുജീബ് കമ്പാറും കൂട്ടരും നിധി തേടിയെത്തിയ ആരിക്കാടി കോട്ട. 1608 ഇക്കേരി ഹിരിയ വെങ്കിടപ്പ നായക്ക് കെട്ടിയതാണ് ഈ കോട്ടയെന്നാണ് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. 2015 പുരാവസ്തു വകുപ്പ് ഈ കോട്ടയ്ക്കകത്ത് ഒരു ഖനനം നടത്തിയിരുന്നു. ആ സമയത്ത് ചില ലിഖിതങ്ങളും മൺപാത്രങ്ങളും പ്രതിമകളും ഒരു ഹാളും ഈ കോട്ടയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊന്നും സർക്കാരിനും പുരാവസ്തു വകുപ്പിനും കണ്ടെത്താൻ സാധിച്ചില്ല. അവിടെയാണ് മുജീബ് കമ്പാറും കൂട്ടരും നിധി തേടിയെത്തിയത്. പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള കുമ്പള ആരിക്കാടിക്കോട്ടയിൽ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് നിധി സൂക്ഷിച്ചിരുന്നു എന്ന കണക്കുകൂട്ടലാണ് കിണറിൽ കുഴിയെടുത്ത് പരിശോധിക്കാൻ എത്തിയതെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. കണ്ണൂരിൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് നിധി ലഭിച്ചു എന്ന് വിശ്വസിപ്പിച്ചാണ് മുജീബ് കമ്പാർ മറ്റ് 4 പ്രതികളെ കോട്ടയിലെത്തിക്കുന്നത്. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് പോലീസിനെ വിവരമറിയിക്കുന്നത്. മുസ്ലിം ലീഗ് നേതാവ് മുജീബ് കമ്പാർ, പാലക്കുന്ന് സ്വദേശി CA അജാസ്, മൊഗ്രാൽ പുത്തൂർ സ്വദേശി KA അഫർ, ഉളിയാർ സ്വദേശി മുഹമ്മദ് ഫിറോസ്, നിലേശ്വരം സ്വദേശി സഹദുദ്ദീൻ എന്നിവരെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടെങ്കിലും കേസിലെ ദുരൂഹത മാറുന്നില്ല. ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം ഒന്നാകെ പുല്ലൊക്കെ വളർന്ന് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ആ ഭാഗത്ത് മാത്രം കാടൊക്കെ വെട്ടിമാറ്റി അവിടെ ഒരു തെരച്ചിൽ നടത്തിയതിൻ്റെ ലക്ഷണങ്ങളുണ്ട്. വേറെന്തെങ്കിലും ദുരുദ്ദേശം വെച്ചിട്ടായിരിക്കും അവരുടെ ഈ വരവും പോക്കും. ഇതിപ്പല്ല കുറേ സമയമായി തോന്നുന്നു വഴി തെരുവ് വഴി കാണുമ്പോഴേക്ക്. ഈ വന്നാൾ നിങ്ങൾ പറഞ്ഞ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞാൽ നമ്മൾക്ക് ഇത് മുമ്പ് കണ്ടിട്ടില്ല, ഇത് ദൂരത്താണ് അവർ വന്നത്. ഞങ്ങൾ ഈ നാട്ടുകാരവരെ അറിയില്ല ഇങ്ങനെ നിധി ഉണ്ടെന്ന്. പഴയ ആൾക്കാർ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ആളും പറയുന്നില്ല. ഇതൊരു കാടും പ്രദേശമുള്ള സ്ഥലമാണ്. ഈ വഴി കാണുമ്പോൾ അറിയാം ഇവർ വന്നുകൊണ്ടുണ്ട്. ഇവിടെ വേറെന്തോ 1-2 പേർ നടക്കുന്നുണ്ട്. അവരെ കസ്റ്റഡിയിലെടുത്ത് അവരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ PDPP അടക്കം ചുമത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ പോലീസ് ഈ പ്രതികളുടെ സ്വാധീനത്തിന് വഴങ്ങി അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. മുജീബ് കമ്പാറും കൂട്ടരും നിധി തേടിയല്ല ഇവിടേക്ക് എത്തിയതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നുണ്ട്. സംഭവത്തിൽ അടിമുടി ദുരൂഹതയുണ്ട്. സമഗ്രമായ അന്വേഷണം വേണം. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്.